എന്താ അല്ലേ മൊഞ്ച്. എ ഗ്രേഡ് വാങ്ങി നിൽക്കുന്ന പ്ലസ് ടുക്കാരിയെ പോലെ ഉണ്ട്. പക്ഷെ കാണാൻ മാത്രമേ മൊഞ്ചുള്ളൂ. എടുത്ത പണികളിൽ ഒരു ഒന്നൊന്നര പണി എടുപ്പിച്ചത് ഇവൻ മാത്രമാണ്. ആദ്യം കൂട്ടത്തോടെ സ്നേഹിച്ചിരിക്കുന്ന ഇവരെ വേർപ്പെടുത്തണം. പാട്ടില്ലാതെ എന്താഘോഷം? പണി എന്തായാലും പാട്ട് മുഖ്യം ബിഗിലേ. വെളുത്തുള്ളിയിൽ ശരിക്കും തൊലിയാണ് വില്ലൻ. ആദ്യം വൃത്തിയാക്കുന്നത് ആലോചിച്ചായിരുന്നു പേടി. എന്തായാലും വൃത്തിയാക്കണം. ഇപ്പം അതാലോചിച്ചാൽ ഉള്ളി അവിടെ കിടക്കും. അതുകൊണ്ട് അവരെ വേർപ്പെടുത്താനുള്ള പണി ആരംഭിച്ചു. തൊലിയിൽ നിന്നും വേർപ്പെടാൻ ഇഷ്ടമില്ലാത്ത ചിലർ തൊലിയുടെ കൂടെ താഴേക്ക് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. പണ്ടേതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ വിടില്ല ഞാൻ എന്നാലോചിച്ച് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു. കൂട്ടത്തോടെ ഉള്ള ഇവരെ വേർപ്പെടുത്തിയാൽ അടുത്ത പണി അവരുടെ തൊലി കളയണം. അതിനായി മസിലും കാട്ടി മൊഞ്ചനായി പണിയെടുക്കുന്ന ആളാണ് കമ്പനി മുതലാളി. മെഷീൻ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ പോലെ ക്രൂരനല്ല. തൊലിയും ഉള്ളിയും ഒരുമിച്ചാണ് കുട്ടയിലേക്ക് ചാടുന്നത്. അത് വേർപ്പെടുത്തുന്നത് ടാസ്ക് നമ്പർ 3. കാണാൻ കുഞ്ഞനാണെങ്കിലും നന്നായി പണിയെടുക്കുന്നുണ്ട്. വേർപ്പെടാൻ ഇഷ്ടമില്ലാത്തവരെ തിരഞ്ഞെടുത്ത് ദ്രോഹിക്കലാണ് അടുത്തത്. എല്ലാം കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഡ്രയറിൽ കയറ്റി ഉണക്കിയെടുത്ത് പൊടിച്ചാണ് നമ്മുടെ ഗാർലിക് പൗഡർ റെഡിയാക്കുന്നത്. വൃത്തിയിൽ നോ കോംപ്രമൈസ്, പൗഡറിൽ നോ പ്രിസർവേറ്റീവ്സ്, നോ കെമിക്കൽസ്. ഭക്ഷണത്തിലേക്കും മരുന്നിലേക്കും ഉപയോഗിക്കാൻ ഇവൻ ബെസ്റ്റാണ്. മരുന്നായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ബൈ.